സംസ്ഥാനത്ത് 5 ജില്ലാ കളക്ടർമാരെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് UDF-ൽ ഭിന്നത രൂക്ഷമാവുകയാണ്. മന്ത്രിമാർ പോലും അറിയാതെയാണ് ഈ നിർണായകമായ തീരുമാനമുണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വിവരം. റവന്യൂ മന്ത്രി AP അനിൽകുമാർ പോലും വിവരം അറിഞ്ഞിട്ടില്ലാത്ത ഈ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഉയരുന്നത്. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ കണ്ണൂർ മുൻ കളക്ടർ അരുൺ K. വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായി പ്രധാന പദവി നൽകിയതും വിവാദമായി. സുനിഷ അല്ലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സുനിഷ. സാധാരണ ഈ നടപടികളൊക്കെ എടുക്കുന്ന സമയത്ത്, ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ തേടുന്നൊരു പതിവുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു ഭിന്നത രൂക്ഷമാകുന്നതിലേക്ക് നയിച്ചത്, അല്ലേ? ഗുഡ് മോർണിംഗ് ഷിഹാസ്. ശ്രുതി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് സാധാരണ ഒരു കൂട്ടുത്തരവാദിത്തമാണ് ഇത്തരത്തിൽ IAS തലപ്പത്തെ അഴിച്ചുപണിയിലൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണ രീതിയിൽ റവന്യൂ മന്ത്രി അറിയണം, അതത് ജില്ലയിലെ മന്ത്രിമാർ അറിയണം, ഒപ്പം തന്നെ MLA-മാരോടക്കം അഭിപ്രായം ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി നടക്കുക, ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റം അടക്കം നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഇത്തവണ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ദിവസം ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് IAS തലപ്പത്ത് ഒരു വലിയ അഴിച്ചുപണി നടക്കുന്നത്. 5ഓളം ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നത്. പക്ഷേ റവന്യൂ മന്ത്രിയായ AP അനിൽകുമാർ പോലും ഈ സ്ഥലം മാറ്റം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതൃപ്തിക്ക് പ്രധാന കാരണമെന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ മന്ത്രിമാർ അറിയേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് മന്ത്രിമാരുമായി ഒരു ആലോചന നടന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെ മന്ത്രിമാർ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. ഇത് അറിയിച്ചിട്ടുണ്ട്, ഈ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ K. വിജയന്റെ സ്ഥലം മാറ്റം തന്നെയാണ്. അരുൺ K. വിജയനെ വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറാക്കിയാണ് ചുമതല മാറ്റം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ അന്ന് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അരുൺ K. വിജയനെ ഇത്തരമൊരു സുപ്രധാന പദവിയിലേക്ക് മാറ്റുമ്പോൾ അത് കൂടിയാലോചന വേണ്ടിയിരുന്നില്ല എന്നൊരു ചോദ്യം വകുപ്പ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കൂട്ടുത്തരവാദിത്തം ഇല്ലാതെ ഒരു തീരുമാനം എടുത്തു എന്ന രീതിയിൽ എന്നൊരു പ്രതീതി അത് പുറത്തേക്കുണ്ടാക്കില്ലേ. സാധാരണ ആളുകൾ ഇപ്പോൾ അന്ന് നവീൻ ബാബു മരിച്ച സമയത്ത് തന്നെ ഈ അരുൺ K. വിജയനെ മാറ്റണമെന്നുള്ളൊരു ആവശ്യം UDF അന്നത്തെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചൊരു വിഷയമായിരുന്നു. പക്ഷേ ഇന്ന് അയാൾക്ക് ഒരു സുപ്രധാന പദവി നൽകുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്ക്, വിവാദങ്ങൾക്ക് കാരണമാകില്ല എന്നൊരു ചോദ്യം കൂടി വകുപ്പ് മന്ത്രിമാർ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഒരു നടപടി അത് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊരു ആക്ഷേപം കൂടി മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പൊതുഭരണ വകുപ്പാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി ആയിരിക്കില്ലേ എന്നതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞാണോ ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം, ഇത്രയും അധികം ആളുകളുടെ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം. അല്ല എങ്കിൽ മുഖ്യമന്ത്രി പോലും അറിഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ഇതിന് മറുപടി നൽകുമോ, ഈ അതൃപ്തിയെല്ലാം പരസ്യമാക്കിക്കൊണ്ട് തന്നെ രംഗത്തെത്തുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, എന്തിന് റവന്യൂ മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൽ അതൃപ്തി അറിയിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പുനരാലോചനയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്നതുകൂടി നിലവിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റ് കളക്ടർമാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. പക്ഷേ അരുൺ K. വിജയന്റെ സ്ഥലം മാറ്റം അത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധത്തിനുള്ള കാരണമാകുമെന്നുള്ളത് മന്ത്രിമാരടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 5 മന്ത്രിമാർ, അത് കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പാലക്കാട്ടെയും ഒപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലെ കളക്ടർമാർക്കായിരുന്നു ഈ സ്ഥലം മാറ്റം ഉണ്ടായിരുന്നത്. ഒപ്പം ട്രാൻസ്പോർട്ടിന്റെ സെക്രട്ടറി ആയിരുന്ന PB നൂഹിനെ ഈ GSTയുടെ കമ്മീഷണറായിട്ടും ചുമതലപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതിലൊന്നും കുഴപ്പമില്ല എങ്കിൽ പോലും ഈ അരുൺ K. വിജയന്റെ സ്ഥലം മാറ്റം അത് സുപ്രധാനമായ വ്യവസായ ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അതൊരു ചർച്ചയായില്ല എന്നുള്ള വിഷയം തന്നെയാണ് മന്ത്രിമാർ എടുത്ത് ഉയർത്തി കാണിക്കുന്നത്. ഷിഹാസ്, ശ്രുതി. തീർച്ചയായിട്ടും അരുൺ K. വിജയൻ അടക്കം 5 കളക്ടർമാരുടെ സ്ഥലം മാറ്റത്തിലാണ് ഇപ്പോൾ ഒരു അതൃപ്തി പുകയുന്നത്. എന്തായാലും ഒരു പുനരാലോചന ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സുനിഷ അല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.